മാജിക് ബജറ്റുകൾ കൊണ്ട് ഇനി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാകില്ലെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കർഷക കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സംസ്ഥാന ബജറ്റ് കത്തിച്ച് പ്രതിഷേധിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ മാത്രം വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ കർഷകരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിരുദ്ധ ബജറ്റ് എന്നാരോപിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന ബഡ്ജറ്റിന്റെ പകർപ്പ് തൊടുപുഴയിൽ കത്തിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മാജിക് ബജറ്റ് കേരളത്തിലെ ജനങ്ങൾ ഒത്തിരി കണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് വില പോകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരുപാട് ബഡ്ജറ്റുകൾ കണ്ട സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. ദൗർഭാഗ്യവശാൽ കർഷകരെ ഇത്രമാത്രം കണ്ണീരിലാക്കിയ ഒരു ബഡ്ജറ്റ് ചരിത്രത്തിൽ നടാടെയാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജീവത്തായ ഒരുപാട് പ്രശ്നങ്ങളുമായി കാലാവസ്ഥയോടും മറ്റിട്ട് വന്യമൃഗങ്ങളോടും മല്ലിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടും മല്ലിട്ട് ജനിച്ച ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടുമ്പോഴും വ്യത്യസ്തമായ ഒരുപാട് നിയമങ്ങളും നൂലാമാലങ്ങളും മൂലം ഹൈറേഞ്ചിലെ കർഷക ജനത ദുഃഖത്തിൽ നിന്നും അവരെ എരുതിയിൽ നിന്നും വനചട്ടയിലേക്ക് എടുത്തിരിക്കുന്ന ഒരവസ്ഥ വിഷയത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ബഡ്ജറ്റ് അപകടം നടന്നത്. നികുതി പിരിക്കാൻ അറിയാത്ത, ഖജനാവിലേക്ക് പണം കൂട്ടാൻ അറിയാത്ത ധനകാര്യ മന്ത്രി സാധാരണ കടകളിൽ കണക്കെഴുതുന്ന കണക്കപ്പിള്ളക്ക് ഇതിനേക്കാൾ നിശ്ചയമുണ്ടാകും എന്നാണ് അറിവുള്ള വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫ്രാൻസിസ് കുറുന്തോട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായി. DCC സെക്രട്ടറി NI ബെന്നി, KPCC ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കോക്കാട്ട്, മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി സലീഷ് പഴയിടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാലിനി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാനു അക്ബർട്ടിയൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മാത്യൂസ് നെല്ലിക്കുന്നേൽ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ഷിബു എരപുഴിക്കര, ജോൺസൺ തൊട്ടിയിൽ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.